പരിശുദ്ധനായവന്റെ നാമത്തിന്റെ വർക്കാലം നമുക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നല്ലോ. പരിശുദ്ധമായ ആണ്ടവർ നാം ഇങ്ങനെ കൂടിയിരിപ്പதற்கு കർത്താവ് നമുക്ക് ഉദവി സമ്പൂർണമായ ലോകത്ത് അനർത്ഥങ്ങളും കെടുതികളും മഹാമാരിയാൽ നിറയപ്പെട്ട ലോകത്ത് കൊള്ളை நோய்களால் நிறைந்திருக்கிற இந்த உலகத்தில் കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, അവരെ കാക്കുന്നു, അവരെ പരിപാലിക്കുന്നു. கர்த்தர் நாம் எல்லாரையும் காக்கிறார். ഇന്ന് പകൽക്കാലം നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ കൂടുവാൻ നമ്മളെ ദൈവം സഹായിച്ചല്ലോ. കർത്തരുടെ അൻപിനാലെ നാം കൂടി വരുവதற்கு കർത്തർ നമുക്ക് ഉദവി ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന തലമുറക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആണ്ടവർ നമുക്ക് തന്നിരിക്കുന്നതാണ് പിള്ളേകൾക്കാக ആണ്ടവർക്ക് നന്ദി செலுத்துகிறேன். തലമുറക്കെയും കർത്താവിന്റെ കൃപയിൽ വളർന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ நம்முடைய பிள்ளைகள் ஆண்டவருடைய கிருபையினாலே வளர்ந்து வருவதற்கு கர்த்தர் விரும்புகிறார். മാതാപിതാക്കൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. தாய் தகப்பன்மார்களுக்கு അതിനുള്ളதான கடமை ഉണ്ടെന്ന് കർത്തരുടെ വചനം ചൊല്ലുகிறது. ബാല്യം മുതൽ അവരെ ദൈവിക അഭ്യസനത്തിന് കീഴിൽ ആക്കിയെടുക്കുവാൻ, അതേ ദൈവവചനത്തിലെ പ്രമാണങ്ങൾക്കൊത്തവണ്ണം പ്രാർത്ഥനാ ജീവിതം ചെയ്തിട്ടുള്ളവരായിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആണ്ടവരുടെ പിള്ളേകളെ കർത്തരുടെ വചനത്തിற்கு ஏற்றதுபோல வழி நடத்த வேண்டும் என்று கர்த்தருடைய வசனம். ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കടത്തിക്കൊണ്ടുപോകാം. ദാനിയേൽ എഴുതിയ പുസ്തകത്തിലിருந்து ചില വചനങ്ങളെ വാസിப்பதற்காக ആശയപ്പെടുகிறேன். നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളാണല്ലോ. നമ്മുടെ പിള്ളേകൾ എല്ലാവരും പഠിക്കുന്ന പിള്ളേകളായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ പിള്ളേകൾ എല്ലാവരും முதல் மதிப்பெண் பெற வேண்டும் என்று விரும்புகிறவர்கள். എല്ലാ ഭാഷയിലും പ്രാവീണ്യമുള്ളവരായി തീരുവാൻ, എല്ലാ ഭാഷകളും முதன்மை பெற்றவர்களாக இருக்க வேண்டும். എല്ലാ വിധ വിദ്യകളും അഭ്യസിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കും. എല്ലാ വിധமான കാര്യങ്ങളിലും முதன்மையாக இருக்க வேண்டும் என்று நாம் விரும்புகிறோம். എന്നാൽ ഇതോടൊപ്പം തന്നെ ദൈവിക ജ്ഞാനത്തിലും ദൈവിക പരിജ്ഞാനത്തിലും ദൈവകൃപയിലും വളർത്തിക്കൊണ്ടുപോകാൻ നാം ഉത്സാഹിക്കുന്നവരായി തീരണം. ஆனால் இவைகளோடு சேர்த்து ஆண்டவருடைய கிருபையிலும் ஆண்டவருடைய ஞானத்திலும் வளர வேண்டும் என்றும் நாம் விரும்புகிறோம். ദാനിയേലിന്റെ പുസ്തകം ഒരു അത്ഭുതത്തിന്റെ പുസ്തകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ എഴുതുന്നതാണ് പുസ്തകം ഒരു അത്ഭുതത്തിൻ പുസ്തകമായിരുന്നു. ദൈവത്തിന്റെ ശ്രേഷ്ഠ ജാതിയായ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അവിടെയുള്ള ചില പ്രിയപ്പെട്ടവരോട് ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ചരിത്ര ഭാഗങ്ങളാണ് നമ്മുടെ കാണുന്നത്. ആണ്ടവരുടെ പിള്ളേകളാണ് ഇസ്രായേൽ ജനങ്ങളോട് ചേർത്ത് എഴുതപ്പെട്ടതാണ് ഒരു പുസ്തകം. ദൈവിക ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ തന്റെ ജനത്തെ നെബൂഖദ്നേസറിന്റെ അടിമത്തത്തിന് കീഴിലേക്ക് കൊണ്ടുപോകണമെന്ന് ദൈവം അനുവദിപ്പാൻ ദൈവം. ஆண்டவருடைய வார்த்தைகளுக்கு கீழ்ப்படியாமல் இருந்த இஸ்ரவேல் ஜனங்கள் நேபுகாத்நேச்சர் மூலமாக அவர்களை சிறைபிடித்தார். അങ്ങനെ അടിമകളായി പിടിക്കപ്പെട്ട് കൊണ്ടുപോയ അത് ഇസ്രായേൽ ജനത്തിലെ ചില പ്രിയപ്പെട്ടവരോട് ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് നമ്മളിപ്പോൾ എളുപ്പമായി ചിന്തിക്കാൻ പോകുന്നത്. அப்படி சிறைபிடிக்கப்பட்டு போன இஸ்ரவேல் ஜனங்களோடு பேசின வார்த்தைகள் தான் இவைகள். അങ്ങനെ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ എടുത്തു പറയുന്ന ചില പേരുകളാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. அப்படி சிறைபிடிக்கப்பட்டு போன എടുത്തു ചൊല്ലത്തക്കതാണ് പേരുകളെത്താണ് നാം இப்பொழுது വാസിக்க இருக்கிறோம். 6-ാമത്തെ വാക്യം വായിക്കാം. 1 മുതൽ 6 വചനം വരെ വാസിക്കാം. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു. அவர்களுக்குள் யூதா புத்திரராகிய தானியேல், അനനിയ, മീശാവേൽ, അസര്യ என்பவர்கள் இருந்தார்கள். നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പ്രായമോ അല്പം അധികമോ ഒരല്പം കുറഞ്ഞോ ഉണ്ടായിരിക്കാം. நம்முடைய பிள்ளைகளை போல இந்த பெயர் சொன்னதானவர்கள் ஒருவேளை பெரியவர்களாயிருக்கலாம் அல்ல சிறியவர்களாயிருக்கலாம். അവർ യൗവന പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. அவர்கள் இளமை பிராயத்தை தொடவில்லை என்று நினைக்கிறேன். ബാലന്മാർ എന്ന നിലയിലാണ് അവിടെ പരാമർശങ്ങൾ കാണുന്നത്. ഇളവയது മുതൽ എന്നുதான் பார்க்கிறோம். അവരെ പറ്റിയുള്ള ചില ഗുണവർണ്ണനകൾ നമുക്ക് അതിന് മുൻപായി കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ചില ഗുണനലങ്ങളെ നാം பார்க்கிறோம். അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇസ്രായേൽ മക്കളിൽ രാജസന്നിധിയിലും രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. இஸ்ரவேல் புத்திரருக்குள்ளே ராஜகுலத்தார்களிலும் துறைமார்களிலும் யாதொரு மாசும் இல்லாதவர்களும் அழகானவர்களும் சகல ஞானத்திலும் தேறினவர்களும் அறிவில் சிறந்தவர்களும் கல்வியில் நிபுணரும் ராஜாவில் அரண்மனையிலே சேவிக்க திறமையுള്ളവர்களுം ആകിയ ചില വാലിബനെ കൊണ്ടുവരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഗുണഗണങ്ങളുള്ള കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വർണ്ണനകൾ നമുക്ക് അതിശയിപ്പിക്കുന്നതായിട്ട് തോന്നാൻ കഴിയും. பாருங்கள், இந்த இளமை பிராயத்திலே இந்த இளமையாய் வளர்ந்து வருகிறவர்களுக்கு கொடுக்கப்பட்டதான பெயர்கள் எவ்வளவு விசேஷித்தவை. ഈ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ അവരുടെ മാതാപിതാക്കൾക്ക് അത് യഹൂദ മതപ്രകാരമുള്ള അഭ്യസനം ലഭിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയും. இந்த மாதிரி திறமைகளிலே பிள்ளைகளை வளர்த்தெடுக்க வேண்டும் என்று அந்த யூத குலத்திலே வாழ்ந்த தாய் தகப்பன்மாருக்கு கடமை இருந்தது. ഇവർ അടിമകളായി പിടിക്കപ്പെട്ടു
കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഒന്നും ഇവരെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. இவர்கள் அடிமைப்பட்டு போனதாக ஒன்றும் சொல்லப்படவில்லை. ഏത് പ്രതികൂല സാഹചര്യത്തിൽ ദൈവ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന കുഞ്ഞുങ്ങളായി നമുക്ക് ഇവരെ കാണുവാൻ കഴിയുന്നുണ്ട്. ஆனால் எந்த சூழ்நிலைகளிலும் அந்த எதிரான சம்பவங்களை இறுக பிடித்துக் கொண்டு நிற்கிறவர்களாக காணப்படுகிறார்கள். യെരൂശലേമിൽ നിന്ന് പിടിക്കപ്പെട്ട ഈ പ്രിയപ്പെട്ടവരെ ബാബേലിലേക്ക്, അതായത് നമ്മളിപ്പോൾ അറിയുന്ന ഇറാഖിലേക്ക് അടിമകളായി കൊണ്ടുപോയി നമ്മളവിടെ കാണുന്നുണ്ട്. எருசலேமிலே சிறைபிடிக்கப்பட்டவர்கள் பாபிலோனிலே கொண்டு செல்கிறவர்களாக காணப்படுகிறார்கள். അവരെ നേരെ രാജകൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. அவர் நேராக ராஜமாளிகையிலே கொண்டு செல்கிறார். അവിടെ ചെല്ലുമ്പോൾ അവരുടെ പേരുകൾ ഇസ്രായേൽ പേരുകളെ ആ ജാതീയ ദേശത്തിന്റെ പേരുകളായി മാറ്റുന്നതായി നമ്മൾ കാണുന്നുണ്ട്. இஸ்ரவேலினுடைய பெயர்கள் அங்கு ஜாதிகளுடைய பெயர்களாக மாற்றப்படுகிறது. നാം പൊതുവെ അറിയുന്ന പേരുകൾ ഷദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിങ്ങനെ കാണുന്നുണ്ട്. நாம் இங்கு வாசித்தது போல சாத்ராக், மேஷாக், ஆபேத்நேகோ என்று சொல்லப்படுகிறது. ദാനിയേലിനെ ബെൽസെബൂബ് പേരിടുവാനായിട്ട് ഏൽക്കുന്നു. தானியேலுக்கும் ஒரு பெயர் அங்கே இடப்பட்டிருக்கிறது. ഈ പ്രിയ ബാലന്മാരെ അവിടെ അടിമകളായി കൊണ്ടുചെന്ന് രാജസഭയിൽ നിർത്തുമ്പോൾ இளமை உள்ளவர்களை அடிமைகளாக அங்கு கொண்டு செல்லும் பொழுது രാജ നിയമപ്രകാരം രാജാവിന്റെ ഭോജനവും രാജാവിന്റെ വീഞ്ഞും ഇവർക്ക് കൊടുക്കുവാൻ കൽപ്പനയായി. ராஜா கொடுக்கப்பட்டிருக்கிற நியாயத்தின்படி அங்கு உள்ள போஜனமும் அங்கு உள்ள குடிக்கிறதான காரியங்களும் கொண்டு கொடுக்கப்படுகிறது. ഈ രാജകൽപ്പനയെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ദൈവാത്മാവിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ പറയുന്നു, രാജാവിന്റെ ഭോജനം കൊണ്ടും വീഞ്ഞ് കൊണ്ടും ഞങ്ങൾ അശുദ്ധരായി തീരുകയില്ല എന്നവിടെ പറയുന്നു. ராஜாவுடைய காரியங்களை அவர்கள் புறக்கணித்துவிட்டு ஆண்டவருடைய கிருபையும் ஆண்டவருடைய சத்தியத்திலும் நாங்கள் இறுக பிடித்துக் கொள்வோம் என்று நிற்கிறார்கள். ആ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ പ്രമാണത്തെ മുറുകെ പിടിപ്പാൻ പ്രാപ്തരായി തീർന്നു. இளமை பிராயத்திலே ஆண்டவருடைய வசனங்களை இறுக பிடித்துக் கொள்வதற்கான தைரியம் அவர்கள். നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ വിധത്തിൽ അഭ്യസിപ്പാൻ മാതാപിതാക്കളാൽ നമുക്ക് நம்முடைய பிள்ளைகளையும் இப்படிப்பட்டதாக பிள்ளைகளாக நடத்த வேண்டும் என்று கர்த்தர் விரும்புகிறார். അവിടെ നമ്മൾ വായിച്ചു തുടങ്ങാം 8ാമത്തെ വാക്യം തൊട്ട്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. தானியேல் ராஜாவின் போஜனத்தினாலும் அவர் பானம் பண்ணும் திராட்சரசத்தினாலும் தன்னை தீட்டுப்படுத்தல் ஆகாதென்று தன் இருதயத்தில் தீர்மானம் பண்ணிக்கொண்டு தன்னை தீட்டுப்படுத்தாதபடி பிரதானிகளின் தலைவரிடத்தில் வேண்டிக் கொண்டார். ഇവരെടുത്ത തീരുമാനത്തെ ഉറപ്പിക്കുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം അവർക്ക് കരുണ ലഭിപ്പാൻ ഇടവരുത്തി. இவருடைய தீர்மானத்திலே அவர்கள் நிச்சயித்து நிற்பதற்காக ஆண்டவர் அவர்களுக்கு உதவி செய்தார். ഷണ്ഡാധിപന്റെ മുൻപിൽ അവർക്ക് ദയയും കരുണയും ലഭിപ്പാൻ തക്കണം ദൈവം അവരുടെ ഉള്ളത്തോട് ഇടപെടുവാൻ. பிரதானிகளின் தலைவரிடத்தில் கிருபையும் தயவும் கிடைக்கும்படி கர்த்தர் கிருபை செய்தார். ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് പിന്നെ വായിക്കുന്നു, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന് മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. தேவன் தானியேலுக்கு பிரதானிகளின் தலைவரிடத்தில் தயவும் இரக்கமும் கிடைக்கும்படி செய்தார். അടുത്തതായി നമ്മൾ വായിക്കുന്നു, ഷണ്ഡാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരിൽ നിന്ന് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിനെന്ന് പറയുവാനിരിക്കുന്നു. பிரதானிகளின் தலைவன் தானியேலை உங்களுக்கு போஜனத்தையும் பானத்தையும் குறித்திருக்கிற ராஜாவாகிய என் ஆண்டவனுக்கு நான் பயப்படுகிறேன். அவர் உங்களோட வாலிபரின் முகங்களை பார்க்கிறேன். உங்கள் முகங்கள் வாடி போனவைகளாய் காண வேண்டியது என்ன? ലോകപ്രകാരം ഈ ഷണ്ഡാധിപൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. രാജഭോജനം എന്ന് വെച്ചാൽ പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ അതേ സ്വന്തം ഏതൊരു വ്യക്തിക്കും ആരോഗ്യവും ബലവും സൗന്ദര്യവും ജ്ഞാനമൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന് ഷണ്ഡാധിപൻ അറിയാമായിരുന്നു. பிரதானிகளின் தலைவன் சொல்லுகிறான், நீங்கள் இங்கே கொடுக்கப்படுகிற போஜனத்தை புசித்தால் தான் நீங்கள் ஆரோக்கியம் உள்ளவர்களாய் இருப்பீர்கள் என்று சொல்கிறான். അങ്ങനെയുള്ള ഭക്ഷണം, രാജകീയ ഭോഷണം, മറ്റു ദേവന്മാരുടെ നാമത്തിൽ അത് ജപിച്ചു നൽകിയ ഭക്ഷണം കഴിച്ചാൽ ഇവർ അശുദ്ധരായി തീരുന്ന തീരുമാനത്തിൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഉറച്ചു നിൽപ്പാൻ വിചാരിക്കുന്നു. ஆனால் அங்கே கொடுக்கப்படுகிற போஜனம் வேறு தேவர்களுடைய நாமத்தினாலே வருகிறதா இருக்கிறபடியினால் அது அசுத்தமா இருக்கும் என்று அந்த இளமை பிராயத்திலே அவர்கள் எண்ணுகிறார்கள். അപ്പോൾ ഷണ്ഡാധിപന്റെ ഉള്ളിൽ ഒരു ഭയം വരുവാനായിരുന്നു. ഞാൻ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്റെ രാജാവ് എന്റെ കഴുത്ത് അറുക്കുവാനിടയായിരിക്കും. ஆனால் நான் சொன்னபடி நீங்கள் செய்யவில்லை என்றால் என்னுடைய கழுத்தை ராஜா அறுத்து போடுவார் என்று பயப்படுகிறார். ഇതിനു മുമ്പിൽ ഭയപ്പെടാത്ത കുഞ്ഞുങ്ങൾ സ്റ്റേണായി നിന്നുകൊണ്ട് മറുപടി പറയുന്നതാണ് അടുത്തതായി നമ്മൾ വായിക്കുന്നത്. ஆனால் அந்த பிரதானிகளின் தலைவனுக்கு மத்தியில் இந்த இளமை பிராயம், அதாவது வாலிபர்கள் பயப்படாமல் இருக்கிறதை நாம் பார்க்கிறோம். അവിടെ പറയുന്നു, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും அவர்களை 10 நாட்கள் சோதனை செய்ய வேண்டும். അവർക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ല ഒരു
ഉറപ്പുണ്ടായിരുന്നു. அவர்கள் இருதயத்திற்குள்ளாக ஒரு நிச்சயித்துக் கொண்டிருந்தார்கள். രാജാവിന്റെ ഭോജനം കഴിച്ച് അശുദ്ധരായി തീരുകയില്ല തീരുമാനിച്ച കുഞ്ഞുങ്ങൾക്ക് ராஜாவுடைய போஜனத்தை சாப்பிட்டு நான் அசுத்தமாய் தீர மாட்டேன் என்று தீர்மானித்து ഇന്ന ഭക്ഷണമേ കഴിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് ഉറപ്പിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. தேவன் நியமித்ததான போஜனத்தை மட்டுமே சாப்பிடுவேன் என்று நிச்சயித்து நிற்கிறார்கள். അദ്ദേഹത്തിന്റെ ഉള്ളറയിൽ ദൈവം കൊടുത്ത ധൈര്യത്തിനൊത്തോളം അവർ പറഞ്ഞു 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കണം. அவர்கள் இருதயத்திற்குள்ளாக தேவன் கொடுத்த தைரியத்தின் நிமித்தமாக சொல்லுகிறார்கள் 10 நாட்கள் உபவாசிக்க வேண்டும். ഞങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും 10 നാட்கள் நீங்கள் எங்களை சோதனை செய்தால் അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. எங்களுக்கு புசிக்க பருப்பு முதலான மரக்கறிகளையும் குடிக்க தண்ணீரையும் கொடுக்கலாம். ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മലയാളത്തിൽ ഈ ശാഖപദാർത്ഥത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പരിഭാഷ പയറ് എന്നുള്ളതാണ്. ഇവിടെ തമിഴില് മരക്കറി എന്ന് പറയുന്നത്. ഏതായാലും ഈ കുഞ്ഞുങ്ങളെ ലഘുവായിട്ടുള്ള ഭക്ഷണം ആഗ്രഹിച്ചു, അതോടൊപ്പം വെള്ളവും ആഗ്രഹിച്ചു. அவர்கள் சிறு ஒரு டிஃபன் போன்றதான இது மட்டுமே அவர்கள் எடுத்துக்கொண்டார்கள். ഒട്ടും അധൈര്യപ്പെടാതെയാണ് കുഞ്ഞുങ്ങൾ ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. அவர்கள் അധൈര്യപ്പെടാமல் இந்த വാർത്തയെ சொல்கிறார்கள். ദൈവിക ന്യായപ്രമാണം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം പ്രമാണത്തിലൊന്നും കുഞ്ഞുങ്ങളെ ധൈര്യപ്പെട്ടതായി കാണുവാൻ. ஆண்டவருடைய நியாயப்பிரமாணங்கள் அவருடைய இருதயத்தில் இருந்ததாலே அவர்கள் அப்படி தைரியமாய் சொல்கிறார்கள். വായിക്കുന്നതിന് ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക. எங்கள் முகங்களையும் ராஜபோஜனத்தில் புசிக்கிற வாலிபருடைய முகங்களையும் ஒத்துப்பாரும், பின்பு நீர் காண்கிறபடி உமது அடியாருக்கு செய்யும். സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന നല്ല കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സംഭവിக்க പോകുന്ന കാര്യങ്ങളെ ഉന്നതാக காண்கிற பிள்ளைகளுக்காய் ஆண்டவருக்கு ஸ்தோத்திரம். മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതായി നമ്മൾ കാണുവാൻ കഴിയും. மரணத்தை முகமுகமாய் நேரிட்டு பார்த்து கொண்டுதான் இந்த வாலிபர்கள் இதை பேசுகிறார்கள். രാജഭോജനം കഴിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ അവരുടെ ശരീരം പുഷ്ടിയുള്ളതായി തീരുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ராஜபோஜனத்தை பார்க்கும் இவர்கள் சாப்பிட்டதான ஆகாரத்திற்கு உறுதி உண்டு என்று தைரியமாய் நிற்கிறார்கள். അങ്ങനെ കുഞ്ഞുങ്ങളുടെ അപേക്ഷ പ്രകാരം അവരെ 10 ദിവസം പരീക്ഷിക്കാനിടയായി. அவர்களுடைய அந்த வாலிபர்களுடைய கேட்டதினாலே 10 நாட்கள் உபவாசிக்கிறார்கள். സാധാരണഗതിയിൽ രാജസന്നിധി അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ഇപ്രകാരം ഒരു അടിമയുടെ ശബ്ദത്തിന് അവിടെ വില കൊടുക്കുവാൻ പാടുള്ളതല്ല. ஒருவேளை ராஜ சந்நிதியில் ஒரு அடிமை சொல்லுகிறதான காரியத்திற்கு ராஜா சம்மதிக்க மாட்டார். എന്നാൽ ഇതിലെല്ലാം ഉന്നതനായ ഒരു ദൈവമുണ്ട്, അവന്റെ നാമത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നതെന്ന് അതെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായി. ஆனால் இவைகள் எல்லாவற்றிற்கும் மத்தியிலும் ஆண்டவருடைய கிருபையும் தயவும் இருக்கிறபடியினாலே அவர்கள் இந்த விஷயத்தில் മുതിർന്നവരായിരുന്നില്ല, அவர்கள் முதிர் வயதுள்ளவர்களாக വിവേചിപ്പാൻ അത്രത്തോളം പ്രായമായിരുന്നവരായില്ല. ஆனால் புரிந்து கொள்வதற்கு அத்தனை வயதுள்ளவர்களாக இருக்கவில்லை. എന്നാലും ആ പ്രായത്തിനൊപ്പം ദൈവത്തിന്റെ ന്യായങ്ങളും വിധികളും പ്രമാണങ്ങളും അവരുടെ ഹൃദയത്തിൽ സംഭരിക്കാൻ അവർക്ക് കഴിഞ്ഞു. அவர்களுடைய வயதிற்கேற்றபடி ஆண்டவருடைய நியமங்களும் ஆண்டவருடைய சட்டத்திட்டங்களும் உபதேசங்களும் அவருடைய இருதயத்திலே ஒதுக்கி வைக்கப்பட்டிருந்ததுകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ ഏതെങ്കിലും മാനുഷിക കൽപ്പനകൾക്കോ ലോകത്തിലെ ഏതെങ്കിലും വിധികൾക്കോ ഒത്തവണ്ണമല്ല സ്വർഗത്തിലെ നല്ല ദൈവത്തിന്റെ പ്രമാണമാണ് ഉണ്ടായിരുന്നത്. உலகத்தில் வாழ்கிறதான சட்டத்திட்டங்களோ மற்றும் காரியங்களோ அல்ல தெய்வத்தினுடைய காரியங்கள். അങ്ങനെ ഇവരുടെ ആഗ്രഹപ്രകാരം അതേ ഷണ്ണാധിപൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു. அப்படியாக அந்த பிரதானிகளின் தலைவன் அவர்களுக்கு அனுமதி கொடுக்கிறார். 10 ദിവസത്തിന്റെ കാര്യം നാം മറക്കരുത്. 10 നാட்கள் என்பதை மறந்து போகாதீர்கள். 10 ദിവസത്തെ അവധിയാണല്ലോ ഈ കുഞ്ഞുങ്ങൾ അവർ അദ്ദേഹത്തോട് ചോദിക്കാൻ ചെയ്യുന്നത്. 10 നാட்களுடைய ഒരു വിടുമുറയെത്താൻ കേൾക്கிறார்கள். 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. 10 நாள் சென்ற பின்பு ராஜபோஜனத்தை புசித்த எல்லா வாலிபரை பார்க்கிலும் அவர்கள் முகம் കളയുള്ളതായും ശരീര പുഷ്ടിയുള്ളതായും കാണപ്പെട്ടത്. ശാഖപദാർത്ഥവും പച്ചവെള്ളവും മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളും സാധാരണ ഉണവും തണ്ണീരും കുടിക്കുന്നതാണ് ഇളം പിള്ളകൾ. രാജഭോജനവും വീഞ്ഞും കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെയും തമ്മിലുള്ള താരതമ്യം പറഞ്ഞവിടെ വായിപ്പാൻ. രാജഭോജനത്തെയും അங்குള്ള ആഹാരത്തെയും ഒത്തുപാർക്கிறார்கள். ഈ ലോകപ്രകാരമുള്ള അതേ ആഹാരം ഏറ്റവും പോഷക സമൃദ്ധിയായ ആഹാരം കഴിച്ച കുഞ്ഞുങ്ങളെക്കാൾ இந்த உலகத்திലുള്ള ആഹാരത്തെ സാപ്പിട്ടവர்களை பார்க்கிலும் അതിനേക്കാൾ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച കുഞ്ഞുങ്ങളുടെ ശരീരം അതിബുദ്ധിയുള്ളതായി കണ്ടു. അതെക്കാട്ടിലും പരുപ്പ് മുതലാன മരക്കറികളെ സാപ്പിട്ടവர்களுடைய മുഖം വെളുപ്പായിരുന്നു, പളവളപ്പായിരുന്നു. ദൈവത്തിന്റെ അടുത്തതായി വായിക്കുന്നു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീര്യം നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു.
மேல்ஷார் அவர்கள் புசிக்க கட்டளையான போஜனத்தையும் அவர்கள் குடிக்க கட்டளையான திராட்சரசத்தையும் நீக்கி வைத்து இந்த 4 வாலிபருக்கும் தேவன் சகல எழுத்திலும் ஞானத்திலும் அறிவையும் சாமர்த்தியத்தையும் கொடுத்தார். ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അൻപാന പ്രിയமான പിള്ളകളെ, ദൈവത്തിന്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക്, അത് പ്രമാണിക്കുന്നവർക്ക്, ആണ്ടവരുടെ കട്ടളകളിൻപടി നടക്കുന്നവர்களுக்கு പ്രായഭേദമന്യേ അവരെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും കരുതുവാനും എന്റെ ദൈവം വിശ്വസ്തനാണ്. எந்த சூழ்நிலையிலும் அவர்களை காப்பாற்றுவதற்கும் வழி நடத்துவதற்கும் கர்த்தர் வல்லவராயிருக்கிறார். ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാകട്ടെ. சேர்ந்த ആണ്ടവரை തുതിப்போமாக. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായി വായിക്കുന്നു, അവരെ സന്നിധിയിൽ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം കഴിഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. പ്രധാനികളിൻ തലവൻ അവர்களை നെബൂഖദ്നേസർക്ക് മുമ്പാകെ കൊണ്ടുവന്നു വിട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. അവിടെ അവർ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഭയം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നില്ല. ஆனால் அங்கு ராஜசந்நிதியில் அந்த வாலிபர்களுக்கு பயம் இல்லை. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ സാഹചര്യം ചിന്തിച്ച് നോക്കിയേക്കണേ. ஒருவேளை நம்முடைய சிறு பிள்ளைகளை ஒரு ராஜாவின் முன்பாக கொண்டு நிறுத்தினால் எப்படி இருக்கும்? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ രാജാവിന് മുമ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കാര്യം സങ്കല്പിച്ചാൽ നല്ലതായിരിക്കും. இங்கே ആളുകളാன രാജാവിൻ മുൻപാக നമ്മുടെ പിള്ളേരെ കൊണ്ട് നിർത്തിനാൽ எப்படி இருக்கும்? എവിടെ നിർത്തിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ന്യായങ്ങളും പ്രമാണങ്ങളും ഹൃദയത്തിലുള്ളവരാണോ അവരെ ദൈവം മാനിച്ചുകൊള്ളും. ஆனால் எங்கு நிறுத்தினாலும் ஆண்டவருடைய கற்பனைகளும் ஆண்டவருடைய பிரமாணங்களும் நம்முடைய பிள்ளைகளின் இருதயத்தில் இருக்க வேண்டும் என்று நாம் വചനം പറയുന്നു, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. വചനം சொல்கிறது, என்னை உயர்த்துகிறவனை நானும் உயர்த்துவேன். ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് 19ാമത്തെ വാക്യം വായിക്കുന്നു. 19ാമത് വചനം. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. ராஜா அவர்களோடு பேசினான். அவர்கள் எல்லாருக்குள்ளும் தானியேல், அனனியா, மீஷாவேல், அசரியா என்பவர்களைப் போல வேறொருவரும் காணப்படவில்லை. ഈ ലോകത്തിൽ വെച്ച് നടക്കാവുന്ന ഏറ്റവും വലിയ നല്ലൊരു ഇന്റർവ്യൂ ആണ് അവിടെ നടക്കുന്നതായി കാണുന്നത്. இந்த லோகத்தில் காணப்படுகிறது போல ஒரு மிகப்பெரிய இன்டர்வியூ அங்கே நடக்கிறதை பார்க்கிறோம். നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിന്റെ പേരിലും നടക്കുന്ന ഒരുപാട് ടെസ്റ്റുകൾ, എക്സാം ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇങ്ങേയും അനേക ടെസ്റ്റുകൾ നടക്കുന്നത് നാം பார்க்கிறோம். അവിടെ ഒന്നും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജാക്കന്മാരോ നേരിട്ട് ഇന്റർവ്യൂ നടത്തിയാൽ നമ്മൾ കാണുന്നില്ല. ഇന്ത്യയുടെ പ്രഥമ മന്ത്രിയോ മറ്റും രാജാക്കളോ ഇന്റർവ്യൂ നടത്തുവதாக കാണവിல்லை. നെബൂഖദ്നേസർ എന്ന മഹാചക്രവർത്തിയാലാണ് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഇന്റർവ്യൂ നടക്കുന്നത്. നെബൂഖദ്നേസർ എൻகிறதான മഹാരാജാ இந்த ഇന്റർവ്യൂ നടത്തുகிறார். ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചു, രാജാവ് അവരോട് സംസാരിച്ചാതെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തരെയും കണ്ടില്ല. ராஜா அவர்களோடு பேசினான். அவர்கள் எல்லாருக்குள்ளும் தானியேல், அனனியா, மீஷாவேல், அசரியா என்பவர்களைப் போல வேறொருவரும் காணப்படவில்லை. അനേക സമൂഹങ്ങളിൽ പെട്ടവരെ ഒരു പക്ഷേ രാജ്യത്തിൽ ഈ രൂപത്തിൽ അവിടെ നിർത്തിയിട്ടുണ്ടാവാം. ஒருவேளை நாம் வித்தியாசமான சமூகத்தில் இருப்பவர்கள் ஆனாலும் இந்த சூழ்நிலை நமக்கும் உருவாகலாம். അവരെ ആരുടെ ഒത്തുമേൽ പേര് കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് അവിടെ കാണുന്നില്ല. ഒരുവരുടെ പേരും ഒരുവരുടെ പിള്ളേരുടെ പേരും അങ്ങ് കാണപ്പെടും. വായിച്ചു, അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജസന്നിധിയെ അവൻ നിன்றான். രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ஞானத்துக்கும் புத்திக்கும் அடுத்த எந்த விஷயத்தில் ராஜா அவர்களை கேட்டு விசாரித்தானோ ദൈവത്തിന്റെ സ്തോത്രം. 10 ദിവസം ശാഖപദാർത്ഥവും പച്ചവെള്ളവും കൊണ്ട് പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ട സ്ഥാനത്ത് അതിനനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ മറ്റുള്ളവരേക്കാൾ 10 ഇരട്ടി വിശിഷ്ടന്മാരായി കാണുവാൻ ദൈവം സഹായിച്ചു. 10 நாட்கள் அவர்கள் சோதனையிலும் உபவாசத்திலும் இருந்த பொழுது, ஆனால் கடைசியாக பார்க்கும் பொழுது 10 மடங்கு அவர்கள் சமர்த்தராக ദൈവങ്ങളെ ഉയർത്തേണ്ട സ്ഥാനത്ത് ഉയർത്തുവാൻ கர்த்தர் எந்த நிலத்தில் உயர்த்த வேண்டுமோ அந்த இடத்தில் கர்த்தர் அவர்களை உயர்த்தினார். മരണത്തെ ഭയപ്പെടാതെ, மரணத்தை கண்டவர்கள் വാളിനെ ഭയപ്പെടാതെ, வாளை கொண்டு பயப்படவில்லை, അന്യദേശത്തെ അടിമത്തത്തെ ഭയപ്പെടാതെ, அடிமையை கண்டு பயப்படவில்லை. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ஆண்டவருடைய பிரமாணங்களுக்கு விட்டுக் கொடுத்த பிள்ளைகள் ദൈവം ജീവനോടെ കാത്തു. உயிரோடு காத்தார். തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണോ ஏற்ற சமயத்தில் உயர்த்தும்படிக்கு രാജാവിന്റെ ഹൃദയത്തെ അനുകൂലമാക്കുവാൻ ഇടയായിട്ട് ராஜாவுடைய இருதயத்தை மாற்றினார். ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ, ஆகையால் பிரியமான பிள்ளைகளே, ദൈവത്തിന്റെ ഈ പ്രമാണം, ஆண்டவருடைய இந்த பிரமாணங்கள் നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേട്ടാൽ മതിയോ നിങ്ങളെ ദൈവം உங்களுடைய இருதயத்தில் பதிய வேண்டும் என்று நான் விரும்புகிறேன். നിങ്ങളെ നിങ്ങൾക്ക് മാതാപിതാക്കളെ അധ്യാസമനാക്കി തീർക്കട്ടെ. உங்களுடைய தாய் தகப்பന്മാർക്ക് இதில் கடமை உள்ளவர்களாக നിങ്ങളെ അഭ്യസിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ദൈവനായി അനുഗ്രഹിക്കട്ടെ. வழிநடத்துகிறதான ஆசிரியர்களை
ആശീർവദിക്കട്ടെ. അതുകൊണ്ട് ഈ ദൈവവചനങ്ങളാല് இந்த വചനങ്ങളാൽ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവരും ആശീർവദിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പരലോകത്തിൻ ദേവൻ നമുക്ക് ഉദവി ചെയ്വാനാണ്. ദൈവത്തിന് സ്തോത്രം.